ഒരുപാട് ശ്രമിച്ച ഒരു മനുഷ്യനെ പിന്നെയും നോവിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക. ഒരിക്കലും തിരിച്ചെടുക്കാൻ ആവാത്ത വിധം, ഒരിക്കലും കണ്ടുമുട്ടാത്ത വിധം ആ മനുഷ്യന് നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയേക്കാം. എത്രത്തോളം ക്ഷമിച്ചു എന്നതിന് അത്രത്തോളം നിങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ചു എന്നുകൂടി അർത്ഥമുണ്ട്. ആ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട മനുഷ്യന് അവിടെ നിന്നൊരിറങ്ങിപ്പോക്ക് അനിവാര്യമാണ്. ജീവിതം എൻ്റെ സ്വന്തമാണെന്ന് തീരുമാനിക്കുന്ന ദിവസമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിലയേറിയ ദിവസം. ക്ഷമ പറച്ചിൽ ഒഴിവുകഴിവുകളോ ഇല്ലാത്ത സ്വന്തം ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുന്ന ആ ദിവസമുണ്ടല്ലോ, അന്നാണ് നിങ്ങൾ ജീവിക്കാൻ തുടങ്ങുന്നത്. കഠിനമായ സമയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഓർമ്മിക്കേണ്ട കാര്യങ്ങൾ അല്ല, നമ്മളെക്കൊണ്ട് കഴിയും, മാറ്റം ഉണ്ടാകും. മുൻപും വെല്ലുവിളികളെ തരണം ചെയ്തിട്ടുണ്ട്. ഇത് പഠിക്കേണ്ട ഒരു അനുഭവമാണ്. നിങ്ങൾക്ക് വേണ്ടത് ലഭിക്കാത്തത് ഒരു പക്ഷേ അനുഗ്രഹമായിരിക്കും. എല്ലാം കുറച്ചു മാത്രം ആസ്വദിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ നിങ്ങളോട് കാണിക്കുന്നതാണ് ഏറ്റവും നല്ല മരുന്ന്. മറ്റുള്ളവരുടെ എതിർപ്പിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. എല്ലായ്പ്പോഴും എപ്പോഴും നന്ദിയുള്ളവർ ആയിരിക്കണം. എല്ലാ ബന്ധങ്ങളും തുടക്കത്തിൽ മനോഹരമാണ്. എന്തെന്നാൽ തുടക്കത്തിൽ നിങ്ങൾ അഭിനയിക്കുന്നു. ഒരിക്കൽ ഈ ബന്ധം അങ്ങ് സ്ഥിരപ്പെടുകയും നിങ്ങൾ ആശ്വസിക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ നിങ്ങളിലെ കലഹമത്രയും നുരഞ്ഞു പൊന്താൻ തുടങ്ങുന്നു. അത് നിങ്ങളുടെ പരസ്പര ബന്ധങ്ങളിൽ പ്രതിഫലിക്കാൻ തുടങ്ങുന്നു. സംഘട്ടനം മനുഷ്യൻ്റെ ഉള്ളിലാണ്. അത് അവിടെ പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ മറ്റെവിടെയും പരിഹരിക്കില്ല. നമ്മൾ ലോകത്തെ തെറ്റായി വായിക്കുകയും അത് നമ്മെ വഞ്ചിക്കുകയും എന്ന് പറയുകയും ചെയ്യുന്നു. വെള്ളത്തിൽ നോക്കി നിന്ന പോലെയാണ്. മനഃശാസ്ത്രം അനുസരിച്ച് ഒരിക്കലും മറ്റുള്ളവരോട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയും ബാങ്ക് ബാലൻസും, നിങ്ങളുടെ ഭാവി പദ്ധതികളും സ്വപ്നങ്ങളും, നിങ്ങൾ ചെയ്തിട്ടുള്ള ദാനധർമ്മങ്ങൾ, നിങ്ങളുടെ കുടുംബകാര്യങ്ങളും പ്രശ്നങ്ങളും, നിങ്ങളുടെ ഉള്ളിലെ നീരസങ്ങളും പകകളും, നിങ്ങളുടെ ഉള്ളിലെ ചിന്തകളും വികാരങ്ങളും, പരിഹരിക്കപ്പെടാത്ത അല്ലെങ്കിൽ ബലഹീനത, നിങ്ങളുടെ മതപരവും രാഷ്ട്രീയപരവുമായ വീക്ഷണങ്ങൾ. വിജയിക്കാൻ ഞാൻ എടുത്തിട്ടുള്ള തീരുമാനത്തിന് കരുത്തുണ്ടെങ്കിൽ പരാജയം ഒരിക്കലും നിങ്ങളെ പിന്തള്ളപ്പെടുകയില്ല. ഒരു പ്രാവശ്യം കണ്ടാൽ അത് സ്വപ്നം, 2 പ്രാവശ്യം കണ്ടാൽ അത് ആഗ്രഹം, പല പ്രാവശ്യം കണ്ടാൽ അത് ലക്ഷ്യം. സ്വപ്നം. ആ സ്വപ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ആ ചിന്തകളെ പ്രവൃത്തിയുടെ മേൽ സ്വന്തമാക്കുക. ഒരു രാഷ്ട്രത്തിൻ്റെ നല്ല തലച്ചോറുകൾ ഒരു പക്ഷേ ക്ലാസ് മുറികളിലെ അവസാന ബെഞ്ചുകളിൽ ആയിരിക്കും. ഒരിക്കലും വിജയത്തെക്കുറിച്ച് വീമ്പിളക്കാത്ത ആത്മവിശ്വാസമുള്ള ആളുകളുടെ 8 പെരുമാറ്റങ്ങൾ. 1. അവർ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കുന്നു. 2. അവർ സ്വന്തം വിലമതിക്കുന്നു. 3. അവർ മറ്റുള്ളവരെ ആഘോഷിക്കുന്നു. 4. അവർ സന്യാസികളും പഠനത്തിനായി തുറന്ന മനസ്സുള്ളവരുമായി തുടരുന്നു. 5. അവർ അവരുടെ അടിസ്ഥാന മൂല്യങ്ങളുമായി പൊരുത്തപ്പെടുന്നു. 6. അവർക്ക് ശ്രദ്ധാകേന്ദ്രം ആവശ്യമില്ല. 7. അവർ വിമർശനത്തെ ഭംഗിയായി കൈകാര്യം ചെയ്യുന്നു. 8. അവർ വിജയം കൊട്ടി ആഘോഷിക്കാതെ അംഗീകരിക്കുന്നു. വിഡ്ഢികൾക്ക് വേണ്ടി നിങ്ങൾ എന്തൊക്കെ നല്ലത് ചെയ്താലും അത് നിങ്ങളുടെ കടമയാണെന്നും നിങ്ങളത് തുടരണമെന്നും മാത്രമേ അവർ ചിന്തിക്കൂ. നിങ്ങളുടെ മൂല്യം ഒന്നും അവർ ഒരിക്കലും വില കൽപ്പിക്കില്ല. അവർ വടക്കുനോക്കി യന്ത്രം പോലെ എപ്പോഴും ഒരു ദിശയിൽ മാത്രമേ ചിന്തിക്കൂ. നോ എന്ന് പറയേണ്ട സമയത്ത് നിങ്ങൾ യെസ് എന്ന് പറയുന്നത് നിർത്തുക. അനാദരവുള്ള പെരുമാറ്റം അംഗീകരിക്കുക. അമിതമായി ജോലി ചെയ്യുക. നമ്മളുടെ അവബോധത്തെ അവഗണിക്കുക. സ്വയം പരിചരണത്തെ അവഗണിക്കുക. നിങ്ങൾ അർഹിക്കുന്നതിനേക്കാൾ താഴ്ന്ന ജീവിതത്തിൽ സംതൃപ്തരാവുക. നിങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് ജീവിക്കുക. നിങ്ങളുടെ വികാരങ്ങളെ അടിച്ചമർത്തുക. നിങ്ങളുടെ മൂല്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യുക. ഇതൊക്കെ നിങ്ങളുടെ ആത്മാഭിമാനം നിലനിർത്തണമെങ്കിൽ ജീവിതത്തിൽ പറയേണ്ട സന്ദർഭങ്ങളാണ്. ഇത് മനസ്സിലാക്കി ജീവിക്കുക.
ഏതു കാര്യത്തെ സംബന്ധിച്ചും മനുഷ്യർക്ക് 2-3 നിലകളുണ്ടല്ലോ. കമ്പം, ആവേശം, ആത്മസമർപ്പണം എന്നിങ്ങനെ. കമ്പക്കാർ ആഘാതമേൽക്കുമ്പോൾ പിന്മാറും. ആവേശക്കാർ മുന്നേറി അപകടത്തിൽ ചെന്ന് ചാടും. ആത്മാർപ്പണം ചെയ്തവർ പ്രവർത്തിക്കും. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക. കാരണം അയാളോടൊപ്പമാണ് നിങ്ങൾ ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി ശിഷ്ടകാലം ജീവിക്കാനുള്ളതും. നഷ്ടപ്പെടുത്തിക്കളഞ്ഞത് എന്നെങ്കിലും തിരിച്ചു വേണമെന്ന് തോന്നിയാൽ തിരിച്ചു കിട്ടാൻ പ്രയാസമാണ്. കാരണം ഈ ലോകത്ത് മനുഷ്യനേക്കാൾ വാശി വേറെ ഒന്നിനുമില്ല. ചിലരുണ്ട്, അവർക്ക് ബോറടിക്കുമ്പോൾ നമ്മെ ഓർക്കും, മെസ്സേജ് ഇടും, വിശേഷങ്ങൾ ചോദിക്കും. പ്രിയപ്പെട്ടവരിൽ പ്രിയപ്പെട്ടവരായി മാറിയെന്ന് നമുക്ക് തോന്നും. എല്ലാ കുറ്റവും നമ്മുടെ മേൽ ചുമത്താൻ തുടക്കത്തിലേ പറയും, നമ്മളെയൊക്കെ മറന്നു എന്നല്ലേ. തോന്നുമ്പോൾ ബൈ പറഞ്ഞ് പോകുകയും ചെയ്യും. അവർക്ക് നമ്മൾ ഒരു കുട മാത്രമാണ്. മഴ ഉണ്ടായിരിക്കുമ്പോൾ കിടക്കേണ്ട ഒരു കുട മാത്രം. നാം സ്നേഹിക്കുന്നവർ 1000 പ്രശ്നങ്ങൾക്കിടയിലും സ്വന്തം നിലനിൽപ്പിനേക്കാളും ഉപരി നമ്മുടെ ഭാവിയെപ്പറ്റി ആശങ്കപ്പെടുന്നുണ്ടെങ്കിൽ, നമ്മുടെ നന്മക്കായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യം ചെയ്തവരാണ്. കാരണം നാം വിശ്വാസമർപ്പിച്ചത്, സ്നേഹിച്ചത് അതിന് യോഗ്യരായ മനുഷ്യരെ തന്നെയാണ്. സ്വന്തം താൽപ്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം മുൻഗണന നൽകി, ലാഭനഷ്ടങ്ങൾ നോക്കി, സുഖങ്ങൾക്ക് വേണ്ടി, ആവശ്യങ്ങൾക്ക് വേണ്ടി ബന്ധങ്ങൾ തുടങ്ങുകയും അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഈ കാലത്ത് സത്യസന്ധമായി സ്നേഹിക്കപ്പെടുന്നു എന്നത് വിലമതിക്കാനാവാത്ത ഒന്ന് തന്നെയാണ്. മനഃശാസ്ത്രപരമായ സത്യങ്ങൾ. ചെറിയ കാര്യങ്ങൾക്ക് പോലും ആരെങ്കിലും കരഞ്ഞാൽ അയാൾ നിഷ്കളങ്കനും മൃദുലഹൃദയനുമാണ്. പുരുഷന്മാരെക്കാൾ കൂടുതൽ തവണ സ്ത്രീകൾ വൈകാരിക ഓർമ്മകൾ വീണ്ടും സന്ദർശിക്കുന്നു. ഒരു കാര്യത്തിനായി നിങ്ങൾ എത്രത്തോളം കാത്തിരിക്കേണ്ടി വരുമോ അത്രത്തോളം അത് ലഭിക്കുമ്പോൾ നിങ്ങളതിനെ വിലമതിക്കും. പുരുഷന്മാരെക്കാൾ സ്ത്രീകൾ മുഖഭാവങ്ങൾക്കൊപ്പം ആളുകളുടെ ശരീരഭാഷയും നന്നായി ശ്രദ്ധിക്കുന്നു. പുരുഷന്മാർ തങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാതെ തന്നെ പരിഹരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അതേസമയം സ്ത്രീകളുടെ കാര്യം നോക്കുമ്പോൾ സ്ത്രീകൾ തങ്ങളുടെ ആശങ്കകൾ തങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവച്ചില്ലെങ്കിൽ വിഷമിക്കുന്ന ആളുകളുമാണ്. നിങ്ങൾ ദുഃഖിച്ചിരിക്കുമ്പോൾ ജീവിതം നിങ്ങളെ നോക്കി കളിയാക്കും. നിങ്ങൾ സന്തോഷിക്കുമ്പോൾ ജീവിതം നിങ്ങളെ നോക്കി ചിരിക്കും. എന്നാൽ നിങ്ങൾ മറ്റുള്ളവരുടെ സന്തോഷത്തിന് കാരണമാകുമ്പോൾ ജീവിതം നിങ്ങളെ സല്യൂട്ട് ചെയ്യും. ജീവിതം മനോഹരമാക്കാൻ എപ്പോഴും മറ്റൊരാൾ വേണമെന്ന് മനസ്സ് വാശിപ്പിടിച്ചു തുടങ്ങുന്നിടത്താണ് തോൽവിയുടെ ആദ്യ തുടക്കം. നിങ്ങൾ കാത്തിരിക്കുമ്പോൾ സമയം മന്ദഗതിയിലാണ്. നിങ്ങൾ വൈകുമ്പോൾ സമയം വേഗത്തിലാണ്. നിങ്ങൾ സങ്കടപ്പെടുമ്പോൾ സമയം മാരകമാണ്. നിങ്ങൾ സന്തോഷവാനായി ഇരിക്കുമ്പോൾ സമയം കുറവാണ്. നിങ്ങൾ വേദനിക്കുമ്പോൾ സമയം അനന്തമാണ്. നിങ്ങൾക്ക് വിരസത അനുഭവപ്പെടുമ്പോൾ സമയം വളരെ നീണ്ടതാണ്. ഓരോ തവണയും സമയവും നിർണ്ണയിക്കുന്നത് നിങ്ങളുടെ വികാരങ്ങളാലും മാനസികാവസ്ഥകളാലുമാണ്, അല്ലാതെ ഗ്രൂപ്പുകളല്ല. അതിനാൽ എപ്പോഴും നല്ല സമയം നിങ്ങൾ ആസ്വദിക്കൂ. വിവാഹം ശരിക്കും ഒരു ജോലി കിട്ടുന്നത് പോലെയാണ്. ചിലർ ആ ജോലി എൻജോയ് ചെയ്യുന്നു. മറ്റു ചിലർ റിസൈൻ ചെയ്ത് മറ്റൊന്ന് തിരഞ്ഞെടുക്കുന്നു. പിന്നെ ഒരു കൂട്ടം ആളുകൾ ഡൊണേഷൻ കൊടുത്ത് പോയതുകൊണ്ട് മാത്രം റിട്ടയർമെൻറ്റ് വരെ തള്ളി നീക്കുന്ന ആളുകൾ. ചിലരിപ്പോഴും ഇൻ്റർവ്യൂവിലാണ്. ഇതൊക്കെ കണ്ടിട്ട് ചിലർ തൊഴിൽ രഹിതരാവാൻ ആഗ്രഹിക്കുന്നവരുമാണ്. ഒരു പക്ഷേ നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരാളെ നിങ്ങളിനിയും കണ്ടുമുട്ടിയിട്ടുണ്ടാവില്ല. നിങ്ങളുടെ സന്തോഷങ്ങൾ എന്തെന്ന്, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങളിനിയും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഇപ്പോൾ കടന്നു പോകുന്ന വേദന ഒന്നുമല്ലാതാകുന്ന ഒരു ദിവസവും
സ്വപ്നം കണ്ട പോലെ ഒരു ജീവിതവും നിങ്ങളെ കാത്തിരിപ്പുണ്ട്. വെറുപ്പും പ്രതികാരവും ഒക്കെ ചിന്തിച്ചിരുന്ന സന്തോഷം ഒരിക്കലും ഉണ്ടാകില്ല. മറ്റുള്ളവരുടെ തെറ്റും അതിൻ്റെ ഫലങ്ങളും മാത്രം ചിന്തിച്ച് ജീവിതം മുന്നോട്ട് നയിക്കാനും കഴിയില്ല. ജീവിതം വളരെ ചെറുതാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ മുറിവുകൾക്കുള്ള മരുന്ന് സ്നേഹവും ക്ഷമയുമാണ്. ആ മരുന്ന് നൽകാൻ കഴിയുന്ന ഡോക്ടർ നിങ്ങൾ മാത്രമാണ്. സ്നേഹമില്ലാതെ ജീവിതം ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കരുത്. ഹൃദയം ഒരു മരുഭൂമിയാക്കി മാറ്റിയാൽ അവിടെ മുൾച്ചെടികൾ തഴച്ചു വളരും. അടുക്കുന്നവരെ ഒക്കെ മുള്ളുകൾ മുറിവേൽപ്പിക്കും. ക്രമേണ ആരും അടുക്കാതെയാവും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.